ഇതാണ് വീട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വിൻറ്റേജ് ഹോമാണ്. ലൈക്ക് അവിടെ ഒരു ഊഞ്ഞാൽക്കട്ടിലുണ്ട്, അവിടെ ഒരു പണ്ട് ആൾക്കാർ ഇരിക്കുന്ന ഒരു ഇതുണ്ട്. സി അതിൻ്റെ കളർ കണ്ടു നോക്ക്, കണ്ണൂരിൻ്റെ ഒരു 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 സിഗ്നേച്ചറാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അതെ അതെ ശരിയാ ശരിയാ. സി ഗൈസ് കണ്ടോ, ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളി സ്ഥലമാണ്. ശരിക്കും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് 5 റേറ്റിംഗ് ആണ്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ അടുത്ത് കുറേ ഗ്രാമീണമായ കുറേ സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കതൊക്കെ പതുക്കെ എക്സ്പ്ലോർ ചെയ്യാം. സോ നമുക്ക് ഇൻസൈഡ് നോക്കാം. സി ഇതാണ് വാതില്. നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു പൂജാമുറി കാണാം. സി ഹൗ ബ്ലെസ്സിങ് ഇസ് ദാറ്റ്. ഓക്കെ, ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഈ കൊത്തുപണികളാണ്. നമുക്ക് എന്ത് യുണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആണ്. സീരിയസ് കുറേ കഥകൾ പറയുന്ന, കഥകളെന്ന് എനിക്കറിയില്ല, പക്ഷെ കഥകൾ പറയുന്ന ഒരുപാട് ചിത്രകലകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര മനോഹരമാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് റോയൽ ലുക്കാണ് കൊടുത്തത്. ഹായ്, നമ്മളിനി വന്നേക്കുന്നത് നടുമുറ്റത്തേക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിന് മനോഹരമായിട്ടുള്ള കുറെ കാഴ്ചകൾ നമുക്ക് കാണാം. Okay, walking through it, we have a very beautiful outdoor here. Sorry, sit out. ഗസ്റ്റ് റൂം അല്ല? ഗസ്റ്റ് റൂം. നല്ലൊരു വലിയ TV ഉണ്ട്. നമുക്ക് അതിന്റെ പാനലും സീലിംഗ് ഒക്കെ ഭയങ്കര വിന്റേജ് ലുക്ക്. ആ സാധനം വിടാണ്ട് തന്നെ മോഡേണിറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട് അവര്. ആൻഡ് ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ടേബിൾ. ആൻഡ് ഇതിനപ്പുറം ഈ ചെറിയ ചെറിയ വാതിലുകൾ കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വ്യൂസും, ഓരോ വ്യൂവും ഓരോ ഇതിനും ഓരോ കഥകൾ പറയാനുണ്ട്. ഓരോ ജനങ്ങൾക്കും ഓരോ കഥകളാണ്. കമ്മിങ് ബാക്ക് ടു അവർ കിച്ചൺ. നമ്മൾ സൂക്ഷിച്ച് നടക്കണം. ഓക്കെ, സി ഞാൻ പറഞ്ഞാൽ കിച്ചൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതൊരു മോഡേൺ ടച്ച് കൊണ്ടുവരുന്നത്, ഒരു മോഡേൺ കിച്ചൺ ആയിട്ടാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. ആൻഡ് സി ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. നമ്മൾ പണ്ട് മൺചിത്താറിലൊക്കെ കാണില്ലേ, അതുപോലെ ഒരു സോറി അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സോറി. ഇവിടെ ഓക്കെ, ഇവിടെ നമുക്ക് മറ്റേ പാളയം കൊണ്ട് കോരി വെള്ളം ശേഖരിച്ച് നമുക്കിവിടെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ക്രിയേറ്റീവ്, റൈറ്റ്? സോ നമുക്കിത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. സോ അത് ഞാൻ പറഞ്ഞ ഓരോ ജനങ്ങൾക്കും ഓരോ കഥകളാണ്. കമോൺ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വർക്ക് ഏരിയ ആണ്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനം വർക്ക് ഏരിയ. നമുക്കിവിടെ ഒന്ന് സംസാരിക്കാനും ചില വർത്തമാനങ്ങൾ സംസാരിക്കാനായിട്ട് ഒത്തിരി ഏരിയ, ഒരു വലിയ വരാന്ത തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീ ദ ബ്യൂട്ടി ആൻഡ് സീ ദ കളേഴ്സ്. എല്ലാം ഭയങ്കര യുണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ഉണ്ട്. അടയ്ക്കാമരമുണ്ട്, ജാതിക്കുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് കൊണ്ടൊരു പൂച്ചയുണ്ട്. ആളിപ്പോ വരും. ആള് ഫുഡ് കഴിക്കാൻ പോയേക്കാണ്. ഞാൻ കണ്ടായിരുന്നു, ഇവിടെ ഇപ്പൊ കാണുന്നില്ല. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടിലേക്ക് പോവാം. നമ്മുടെ വീടിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹൈലൈറ്റ് പാർട്ട്. ആൻഡ് ദിസ് ഇസ് ബാദു. He is the one who suggested us. Thank you Badu so much. ഓക്കെ, ബാദുവിന്റെ സെലക്ഷൻ ഒരിക്കലും മോശമാത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അടുത്തെന്ത് സർപ്രൈസ് ഉണ്ടെന്ന്. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഈ ഓപ്പൺ സ്പേസ് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഗ്രില്ല് ചെയ്യാം, പാട്ട് പാടാം. മൊത്തത്തിലൊരു വൈബാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. നല്ലൊരു സൺറൈസ് ഒക്കെ കാണാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, കം. നമുക്കറിയാം നമ്മൾ പണ്ടൊക്കെ ലൈക്ക് അറ്റാച്ച്ഡ് ബാത്റൂം എന്നുള്ള സെറ്റപ്പ് ഉണ്ടായില്ല. സെയിം സാധനം ഇവിടെയും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ ഡിവൈൻ ഒട്ടും കളയാണ്ട് തന്നെ. സീ ദിസ്, ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് റൂം പോലെയുണ്ട്. ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെ നമുക്ക് തേക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ 2 ബാത്റൂമും ബാക്കി സ്റ്റോർ റൂം പരിപാടികളും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സീ ഹൗ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ദാറ്റ് ഇസ്. നമ്മള് പഴയ രീതിയിലേക്ക് മാറുന്ന സമയം കഴിഞ്ഞു അല്ലേ ഭരത്? അതെ അതെ അതെ, കറക്റ്റ്. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? യെസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒട്ടും അതിന്റെ മോഡേണിസിറ്റി കളയാണ്ട് അവർ ചെയ്തിട്ടുണ്ട്. ഹായ്, യു നോ വാട്ട് ഈസ് ദിസ്? നമ്മുടെ ചെറിയ അപ്സ്റ്റേഴ്സ് ആണ്. ആക്ച്വലി നമ്മൾ ഇങ്ങനത്തെ സാധനമൊക്കെ പണ്ടത്തെ തന്നെ കണ്ടിട്ടുള്ളൂ. അതെ, ഇതും അതുപോലെ ബിൽഡ് ചെയ്തെടുത്തതാണ്. ഓക്കെ, മേലോട്ട് പോയാലോ? വാ, നമുക്ക് ഓക്കെ, അതൊക്കെ പടികൾ കയറാം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബെഡ്റൂംസും ബാത്റൂംസും ഒക്കെ ഫിറ്റ് ചെയ്യുന്നു. ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് 2 ബ്യൂട്ടിഫുൾ ബെഡ്റൂംസ് ഉണ്ട്.
ആസ് ഐ സെഡ് മോഡേൺസിന്റെ ഒട്ടും കളയാണ്ട് അതിന്റെ ഡിവൈഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. സി ഒരു ചെറിയ റൂം പക്ഷെ എല്ലാ സൗകര്യങ്ങളും കൂടി എല്ലാം ഉണ്ട്. നമുക്ക് ലൈക്ക് ഒരാൾക്കല്ല 2-3 പേർക്ക് കിടക്കാൻ സുഖമായിട്ടല്ലേ. കിടക്കാനുള്ള സൗകര്യമുണ്ട്, നല്ല അലമാരയുണ്ട്. പ്ലസ് സീരിയസ് എന്ത് ഭംഗിയാ നോക്കി, ചെറിയ ചെറിയ പണ്ടത്തെ കുഞ്ഞു അലമാരകൾ. എന്റെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ. സോ ഗുഡ്. ആൻഡ് നമുക്കത് വെറുതെ ജസ്റ്റ് ഒരു ഷോ പീസായിട്ട് തന്നെ വെക്കാൻ പറ്റും. ഒന്ന് കീപ്പ് ചെയ്തെങ്കിൽ പോലും ഈ സാധനം വന്നുകൊണ്ട് അതിന്റെ ആ റൂമിന്റെ ലുക്ക് തന്നെ മാറി. സി മച്ചുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര തണുപ്പും കാര്യങ്ങളും ഉണ്ടാവും. കുളിക്കുന്ന ഒരു ആവശ്യമില്ല. നേച്ചേഴ്സ് ഗിവിംഗ് ബാക്ക്. ഇതെടുത്താ അവരെ അടക്കെടുത്തോ? ഓക്കെ, നിങ്ങൾ സംസാരം തുടങ്ങി വിട്ടിരുന്നു. ഗൈസ് ഇതെന്താന്ന് മനസ്സിലായോ? നല്ലൊരു വ്യൂ ആണ്. സി നമുക്ക് രാവിലെയൊക്കെ എണിച്ച് ഒരു കപ്പ് ഓഫ് കോഫി ഒക്കെ എടുത്ത് ഇങ്ങനെ നന്നായിട്ട് നല്ലൊരു സൂര്യനെ കണ്ട് ലൈക്ക് അല്ലേ നല്ലതല്ലേ? സോ എനിക്ക് ചെറിയ സജഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വാതിലോട് ഉണ്ടായിരുന്നു ഒരു ഫീൽ കുറച്ചുകൂടെ ഫീൽ കിട്ടിയത്, തുറക്കുന്നതിന്റെ ഒരു ഫീൽ അല്ലേ? Second bedroom, as I said, same authenticity. We have the next bedroom. Same, അവരുടെ സെയിം ഡിസൈൻ തന്നെയാണ്. ചെറിയൊരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. And it's all keeping its own beauty. അല്ലേ? അതെ, ഫാൻ ഉണ്ട് ഇതിന് മുകളിൽ. There's a small fan, കൂളിങ്ങിന് വേണ്ടി ഈസി ഉണ്ട്. അതെ, ശരിക്കും കൂളിംഗ് ആവശ്യമില്ല, അത് തണുപ്പുള്ളതുകൊണ്ട് തന്നെ അതിന് ഒരു ആവശ്യമില്ല. See the antique pieces, ആ ലൈറ്റ്സിനൊക്കെ ഭയങ്കര ബ്യൂട്ടി അവർ കൊടുക്കുന്നുണ്ട്. I really enjoyed this. I mean like നമുക്ക് ഭയങ്കര ഈ വിൻറ്റേജ് എങ്ങനെ അറിയാ ഫ്യൂച്ചറിൽ വരുമോ ഇങ്ങോട്ട്? ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭയങ്കര ആ ഒരു ഏറ്റവും വലിയ കാര്യം, പഴയ തറവാടൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പഴയ മെമ്മറീസിലേക്ക് എടുക്കാനും പഴയ ആൾക്കാരുകളുടെ ലൈക്ക് കുറെ ആൾക്കാരോടെ വന്നിട്ടുണ്ടായിരുന്നു പഴയ രീതിയിൽ എങ്ങനെ ഇത് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പം അതൊക്കെ മിസ് ചെയ്യാണ്ടെങ്കിൽ come to here. Come to Can I Help This problem? See you there. Yeah. Bye.